Good afternoon to all. Good afternoon. Good afternoon. അങ്ങനെ പറയൂ. വിഷ് ചെയ്യേണ്ട തിരിച്ച്. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. എപ്പോഴും പറയുന്നതാണല്ലേ. ആൻസി ഓക്കെ ആയോ? ഓക്കെയാ. ഓക്കെ. എനിക്ക് തോന്നി. സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നി. ഓക്കെ. ഓക്കെ ആൻസി. ഗുഡ് ആഫ്റ്റർനൂൺ സ്നേഹ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഡെയിലി സെന്റൻസ് ആണ് എഴുതിക്കൊണ്ടിരുന്നത് അല്ലേ? കണ്ടിന്യൂ ചെയ്യാം നമുക്കത്. ടൈം വേസ്റ്റ് ചെയ്യണ്ട. മാക്സിമം പെട്ടെന്ന് കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. പ്രാക്ടീസ് ചെയ്തോ നിങ്ങള്? സത്യം പറയോ? ടു ബി ഫ്രാങ്ക്, ചെയ്തോ ഇല്ലയോ? നോ? ആരൊക്കെ പ്രാക്ടീസ് ചെയ്തോ? നോക്കട്ടെ. എന്തൊന്നും മിണ്ടാത്ത? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ. ഇല്ലാന്ന് പറയാനും നമുക്കൊരു ധൈര്യം വേണം. മനസ്സിലായോ? ചെയ്തില്ല മിസ് ചെയ്യുന്നെങ്കിലും പറയണം. നോ പറയണ്ടേ? നോ പറയരുത്. നോ പറയണം. പറയൂ. അന്നേരം രണ്ടോട്ടം സ്നേഹ പ്രാക്ടീസ് ചെയ്തു, മാളവിക ചെയ്തില്ല. ഓക്കെ. അപ്പൊ ചെയ്തില്ലെങ്കിൽ ഇല്ല എന്ന് പറയണം കേട്ടോ. അപ്പൊ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ പറയുകയും ചെയ്യും. ഞാൻ എന്താ പറയാ? പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും. അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കണം. ഓക്കെ. ബാക്കിയുള്ളത് ഞാനിപ്പോ പറഞ്ഞായിരുന്നു. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. നോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബെസ്റ്റ് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല നോ പറയാൻ. ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ബെസ്റ്റ് പറയാൻ എളുപ്പമാ, പക്ഷെ നോ പറയാനാണ് ബുദ്ധിമുട്ട്. കുറച്ച് ടഫാണത്. ആണോ? എഗ്രി ചെയ്യുന്നുണ്ടോ? അതെ മിസ്. അതെ. അത് പഠിക്കണ്ടേ? ഇത് പഠിക്കണം. നോ പറയണം. ഓക്കെ. സോ എഴുതിക്കോളൂ കേട്ടോ. It's up to you. It's up to you. Let be so. Let be so. Behave yourself. Behave yourself. It doesn't matter. It doesn't matter. It doesn't work. It doesn't work. Don't tax your brain. Don't tax your brain. Don't tax your health. Don't tax your health. I'm least bothered about it. I'm least bothered about it. Don't lose your temper. Don't lose your temper. Make it plain. Make it plain. Speak out your mind. Speak out your mind. Don't let me down. Don't let me down. Damn beautiful. Damn beautiful. Damn cute. Damn cute. Damn boring. Damn boring. ഇതിന്റെ കൂടെ ജാം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം കേട്ടോ? ജാം ബോറിംഗ്, ജാം ടയേർഡ്, ജാം ഷുവർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതൊക്കെ യൂസ് ചെയ്യാവേ.
എഴുതിക്കോളൂ. Damn tight. Damn sure. Damn it. Damn it എന്ന് പറയും. Damn it. I'm damned. I'm damned. I can look after myself. I can look after myself. Help yourself. Help yourself. Be punctual. Be punctual. Coming time. Coming time. Sorry for being late. Sorry for being late. Please move a bit. Please move a bit. I lost my face. I lost my face. I have nothing to do with it. I have nothing to do with it. Sit here for a while. Sit here for a while. Don't be over ambitious. Don't be over ambitious. Don't be, that's so cheap. Don't be, that's so cheap. That's too cheap. Okay, is it finished? Yeah. And write down the meaning. It's up to you. It's up to you means ഇഷ്ടം പോലെ ചെയ്യൂ. നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ ചെയ്യൂ. It's up to you. നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. It's up to you. It's up to you. നിന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. Let be so. Let be so. അത് അങ്ങനെ ആയിക്കോട്ടെ. Let be so. അത് അങ്ങനെ ആയിക്കോട്ടെ. അത് അങ്ങനെ ആയിക്കോട്ടെ. Behave yourself. Behave yourself. മാന്യമായി പെരുമാറുക. Behave yourself. മാന്യമായി പെരുമാറുക. Behave yourself. മാന്യമായി പെരുമാറുക. It doesn't matter. ഇതൊരു പ്രശ്നമല്ല. It doesn't matter. ഇത് ഒരു പ്രശ്നമല്ല. It doesn't matter. ഇതൊരു പ്രശ്നമല്ല. It doesn't work. ഇത് നടക്കില്ല. It doesn't work. ഇത് നടക്കില്ല. It doesn't work. ഇത് നടക്കില്ല. Don't tax your brain. Don't tax your brain. ആലോചിച്ച് തലമുണ്ടാക്കരുത്. ഒരുപാട് ആലോചിച്ച് തലമുണ്ടാക്കരുതെന്നൊക്കെ നമ്മൾ പറയില്ലേ. Don't tax your brain എന്ന് പറയും. അതിന് പകരം ആലോചിച്ച് തലമുണ്ടാക്കരുത്. Don't tax your brain.
Don't tax your health. ആരോഗ്യം നശിപ്പിക്കരുത്. Don't tax your health. ആരോഗ്യം നശിപ്പിക്കരുത്. I'm least bothered about it. I'm least bothered about it. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടാറില്ല, ബോധർ ചെയ്യാറില്ല. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലും ബോധർ ചെയ്യാറില്ല, അല്ലെങ്കിൽ വേവലാതിപ്പെടാറില്ല എന്നൊക്കെ പറയും. I'm least bothered about it. Don't lose your temper. Don't lose your temper. എന്റെ നിയന്ത്രണം വിടരുത്. എന്റെ നിയന്ത്രണം വിടരുത്. Don't lose your temper. എന്റെ നിയന്ത്രണം വിടരുത്. Don't lose your temper. Make it plain. വിശദീകരിച്ച് പറയുക. Make it plain. വിശദീകരിച്ച് പറയുക. വിശദീകരിച്ച് പറയുക. Speak out your mind. Speak out your mind. മനസ്സിലുള്ളത് തുറന്ന് പറയുക. Speak out your mind. മനസ്സിലുള്ളത് തുറന്ന് പറയുക. Speak out your mind. Don't let me down. Don't let me down. എന്നെ നിരാശപ്പെടുത്തരുത്. Don't let me down. എന്നെ നിരാശപ്പെടുത്തരുത്. എന്നെ നിരാശപ്പെടുത്തരുത്. Damn beautiful. Damn നമ്മൾ പറയുന്നത് എന്താണ്? അത്രയ്ക്കും മനോഹരം അല്ലെ, അത്രയ്ക്കും എന്നുള്ള രീതിയിലാണ്, വളരെ എന്ന രീതിയിലൊക്കെയാണ് damn നമ്മൾ യൂസ് ചെയ്യുക. Damn beautiful. ഈ ബ്യൂട്ടിഫുൾ ആണ്. Damn cute. വളരെ ക്യൂട്ട് ആണ് അല്ലെ. ആൻഡ് damn boring. ഭയങ്കര ബോറിംഗ് ആണ് അല്ലെ. അങ്ങനെ പറയുന്ന ഒരു മീനിങ് ആണ് വരാട്ടോ. Damn child, damn sure എന്നൊക്കെ പറയുന്ന അത്രക്കും ബോറിംഗ് ആണ്, അത്രക്ക് ഷുവർ ആണ്. ആ ഒരു മീനിങ്ങിലാണ് ഈ എല്ലാ സെന്റൻസും വരുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മീനിങ് എഴുതി വയ്ക്കാം. ഇനി നെക്സ്റ്റ് I'm damned. I'm damned means ഞാൻ ആകെ തകർന്നു പോയി. I'm damned. ഞാൻ ആകെ തകർന്നു പോയി. I can look after myself. I can look after myself. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. Okay, I can look after myself. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. I can look after myself. Help yourself. Help yourself. എന്താണ്? സ്വയം ചെയ്യുക അല്ലെങ്കിൽ സ്വയം ചെയ്യുക എന്നൊരു മീനിങ് ആണ്. Help yourself. സ്വയം ചെയ്യുക. Be punctual. അറിയാലോ, കൃത്യനിഷ്ഠത പാലിക്കുക. Be punctual. Come in time. സമയത്തിന് വരിക. അറിയാം അല്ലെ. Be punctual and come in time. Then sorry for being late. വൈകിയതിന് ക്ഷമിക്കുക. Sorry for being late. നേരം വൈകിയതിന് ക്ഷമിക്കുക. Sorry for being late. Please move it. ഒന്ന് നീങ്ങാവോ? ദയവായി ഒന്ന് നീങ്ങാവോ? ഞാൻ മീനിങ് ആണ് കേട്ടോ. Please move it. ദയവായി ഒന്ന് നീങ്ങോ? Can you please move it? നീങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. അപ്പൊ can you please move it എന്ന് ചോദിക്കാം. Can you please move it? I lost my face. ഞാൻ ആകെ ചമ്മിപ്പോയി. I lost my face. ഞാൻ ആകെ ചമ്മിപ്പോയി. I have nothing to do with it. I have nothing to do with it. എനിക്കിതൊന്നും ചെയ്യാനില്ല.
I have nothing to do with it. എനിക്ക് ഇതൊന്നും ചെയ്യാനില്ല. I have nothing to do with it. എനിക്ക് ഇതൊന്നും ചെയ്യാനില്ല. Sit here for a while. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. Sit here for a while. കുറച്ചു നേരം ഇവിടെ ഇരിക്കാം. Don't be over ambitious. അമിത ആഗ്രഹം പാടില്ല. Don't be over ambitious. അമിത ആഗ്രഹം പാടില്ല. The last one. Don't be. That's too cheap. ഒളിഞ്ഞു നോക്കരുത്, അത് വളരെ മോശമാണ്. ഒളിഞ്ഞു നോക്കരുത്, അത് വളരെ മോശം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാം കറക്റ്റ് എഴുതിയിട്ടില്ലേ? മിസ്സിംഗ് വന്നില്ലല്ലോ? ഓക്കെ ആണോ? അപ്പോ ഇനി എന്താണ്? റീഡിംഗ് ടൈം ആണ്. വായിക്കാൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസിയേഷൻ ഒന്ന് വായിച്ചേ. എല്ലാവരും ഒന്ന് വായിച്ചേ. നാശം നാശം എന്നൊക്കെ പറയുന്നത് നാശം, അതാണ് ഡാമേജ്. വായിക്കാം. വായിക്കാൻ എന്തൊരു മടി എല്ലാവർക്കും. വായിക്കൂ, ഓരോരുത്തരായിട്ട് വായിച്ചേ. ഞാൻ വിളിക്കണ്ടല്ലോ, നിങ്ങൾ തന്നെ വരൂ. എത്ര ക്ലാസ് കഴിഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ ഈ മടി മാറിയില്ലേ? ആ, അവര് വായിക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന എല്ലാവരും ഞാൻ വായിക്കാന്ന് പറഞ്ഞാൽ വരൂ. എന്താണ് കാണുന്നു? ഓക്കെ, ഷഹന വായിക്കൂ. It's up to you. Let it be so. Behave yourself. It doesn't matter. It doesn't work. Don't tax your brain. Don't tax your health. I am least bothered about it. Don't lose your temper. Make it plain. Speak out your mind. Don't let me down. Damn beautiful. Damn cute. Damn boring. Damn tired. Damn sure. Damn it. I am damned. I can look after myself. Help yourself. Be punctual. Come in time. Sorry for being late. Please move a bit. I lost my face. I have nothing to do with it. Sit here for a while. Don't be over ambitious. Don't peep. That's too cheap. ഓക്കെ, നമ്മള് ഞാൻ കുറച്ചു നേരം ക്യാമറ ഓഫ് ചെയ്യാണ് കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഭയങ്കര സ്ട്രെയിൻ വരുന്നു. സോ ക്യാമറ ഓഫ് ചെയ്യാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ക്യാമറ ഇല്ലെന്നേ ഉള്ളൂ. കുഴപ്പമുണ്ടോ? ഓക്കെ ആണോ? നിങ്ങള് പറയൂ. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ വായിക്കുമ്പോ ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ആ ഒരു മോട്ടിവേഷൻ പറ്റി വായിക്കണം കേട്ടോ. എല്ലാവരും ചെയ്യണേ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് കാഷ്വലായിട്ട് വായിച്ചു പോകരുത്. നമ്മൾ ഓരോ ഡയലോഗ് പറയുമ്പോൾ നമ്മൾ ആ രീതിയിലൊരു മോട്ടിവേഷൻ നമുക്ക് മലയാളത്തിലാണെങ്കിൽ വരുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. ഓക്കെ, ഇപ്പൊ ഡാമേജ് എന്ന് പറയുന്നത് നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് ഡാമേജ് എന്ന് പറയും അല്ലെ. അപ്പൊ ആ മോട്ടിവേഷൻ അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇറ്റ്സ് അപ് ടു യു, അത് നിന്റെ ഇഷ്ടം പോലെ ചെയ്യും എന്ന് പറയും. ഇറ്റ്സ് അപ് ടു യു. അപ്പൊ അങ്ങനെ ഒരു മോഡുലേഷൻ വരുത്തി മാക്സിമം വായിക്കാൻ നോക്കും കേട്ടോ. അതാണ് കുറച്ചുകൂടെ കേൾക്കാനും എല്ലാ രസം. ഓക്കെ, ഞാൻ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് റീഡ്. ഞാൻ വായിക്കാം. ഓക്കെ, നീതു കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. ഇല്ല, കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. കറണ്ട് ഇല്ലായിരുന്നു ഇവിടെ. ഓക്കെ നീതു അയക്കും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ നോട്ട്സ് ഒക്കെ കിട്ടിയോ? കിട്ടി. പ്രാക്ടീസ് ചെയ്തോ? കുറച്ചൊക്കെ. അപ്പൊ ചെയ്തില്ല.
ഓക്കെ ഓക്കെ നിതു വായിച്ചോളൂ കേട്ടോ. It's up to you. Let it be so. Behave yourself. It doesn't matter. It doesn't work. Don't tax your brain. Don't tax your health. I'm least bothered about it. Don't lose your temper. Make it plain. Speak out your mind. Don't let me down. Damn beautiful. Damn cute. Damn boring. Damn tired. Damn sure. Damn it. I'm damned. I can look after myself. Help yourself. Be punctual. Come in time. Sorry for being late. Please move a bit. I lost my face. I have nothing to do with it. Sit here for a while. Don't be over ambitious. Don't peep. That's too cheap. Yeah. Okay നിതു. Then ഇനി ആരാ? ഞാൻ വായിക്കാം സർ. Okay അഞ്ജലി. Let's up to you. Let it be so. Behave yourself. നമുക്ക് അങ്ങനെ വരുന്നത് പറ്റില്ലേ? ഇലച്ചിച്ച് എന്ന് പറഞ്ഞില്ലെങ്കിലും അത് നമ്മൾ കുറച്ചും കൂടെ എന്താ ഉള്ളിലേക്ക് പോകുമല്ലോ. ലെറ്റ് ബി സോ അങ്ങനെ പറഞ്ഞു പഠിക്കണം കേട്ടോ. ലെറ്റ് ഇറ്റ് ബി സോ എന്ന് പറയണ്ട. ലെറ്റ് ബി സോ. Let be so. Yeah. Behave yourself. It doesn't matter. It doesn't matter. It doesn't work. Don't tax your brain. Don't tax your health. I am least bothered about it. Don't lose your temper. Make it pay. Speak out your mind. Don't let me down. Damn beautiful. Damn cute. Damn boring. Damn tired. Damn sure. Damn it. I am damn. I can look after myself. Help yourself. Be punctual. Come in time. Sorry for being late. Please move a bit. I lost my face. I have nothing to do with it. Sit here for a while. Don't be over ambitious. Don't be that's too cheap. ഓക്കെ അഞ്ജലി. ഇനി നെക്സ്റ്റ് ആരാ? ഞാൻ വായിക്കാം. Yeah. It's up to you. Let be so. Behave yourself. It doesn't matter. It doesn't work. Don't tax your brain. Don't tax your health. I am least bothered about it. Don't lose your temper. Make it plain. Speak out your mind. Don't let me down. Damn beautiful. Damn cute. Damn boring. Damn tired. Damn sure. Damn it. I am damned. I can look after myself. Help yourself. Be punctual. Come in time. Sorry for being late. Please move a bit. I lost my face. I have nothing to do with it. Sit here for a while. Don't be over ambitious. Don't peep. That's too cheap. ഓക്കെ then ഇനി ആരാ വായിക്കുക? വായിക്കും, എല്ലാവരും വായിക്കണം കേട്ടോ. മസ്റ്റാണ്. ഞാൻ പറഞ്ഞ കാര്യം വായിക്കില്ല. വെരി ഗുഡ്. ഞങ്ങളൊക്കെ നല്ല സ്റ്റുഡൻസ് ആണല്ലോ അല്ലേ? ടീച്ചർ ഞാൻ വായിക്കാം. ഓക്കെ വിളിക്കാൻ പറയാം. It's up to you. Let be so. Behave yourself. It doesn't matter. It doesn't work. Don't tax your brain. Don't tax your health. I'm least bothered about it. Don't lose your temper. Make it plain. Speak out your mind. Don't let me down. Damn beautiful. Damn cute. Damn boring. Damn tired. Damn sure. Damn it. I'm damned. I can look after myself. Help yourself. Be punctual. Come in time. Sorry for being late. Please move a bit. I lost my face. Eh? Sorry. Please move a bit. I lost my face. I have nothing to do with it. Sit here for a while. Don't be over ambitious. Don't peep that too cheap. Okay, sit here for a while. Okay, ഇങ്ങനെയാണേ. Okay, ma'am. Okay, മാളവിക. ഇനി next ആരാ? പൂർണിമ. It's okay, സ്നേഹ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. Yeah, okay. ഇനി പൂർണിമ. കുഴപ്പമില്ല. അശ്വതി ജെ.
Now response, Ashwini Manish. Anagha Aji. No. Abida Lala Fatima. Vaishnavi. Okay, Ashwini. And next, Sneha Chikku. മാം Oh, working ആണോ? വർക്കിംഗ് ആണ്. ഇന്നിവിടെ ആരും ഇല്ല, അതൊന്നും കുഴപ്പമില്ല. വായിക്കും. ഓക്കെ. It's up to you. Let it be so. Behave yourself. It doesn't matter. It doesn't work. Don't tax your brain. Tax your health. And just bothered about it. Don't lose your temper. Make it plain. Speak your mind. Don't let me down. Damn beautiful. Damn cute. Damn boring. Damn tired. Damn sure. Damned. I'm damned. I can look after myself. Help yourself. Be punctual. Coming time. Sorry for being late. Please move a bit. I lost my face. I have nothing to do with it. Sit here for a while. Don't be over ambitious. Don't be that's too cheap. Yeah. Okay, Sneha. Okay ആണല്ലോ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ മാത്രമല്ല, അത് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, സോ then you all know all the tenses, I mean present, past, future. Okay, then you can write a story as you like about anything. Okay, and use the tenses present, past, future. Okay, I gave you 15 minutes time. Write a story. Okay, about anything. Clear ആണോ? ചെയ്യാം നമുക്ക്. സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും എത്തിയ പോലെയോ പാരഗ്രാഫ് എന്തെങ്കിലും എഴുതാൻ. പാസ്റ്റും പ്രസന്റ് ഫ്യൂച്ചർ എല്ലാ ടെൻസ് നിങ്ങൾക്ക് അറിയാം, എല്ലാം നമ്മൾ പഠിച്ചാണ്. ടെൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പാരഗ്രാഫ് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. സോ എഴുതാം. ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഉണ്ട്. ഈ ടൈമില് നിങ്ങൾക്ക് തോന്നുന്നു എന്താണോ തോന്നുന്നത് എന്ത് വേണമെങ്കിലും എഴുതാട്ടോ. പക്ഷെ എല്ലാ ടെൻസും മാക്സിമം ടെൻസസ് എല്ലാം യൂസ് ചെയ്യണം. എന്നിട്ട് ക്ലാസ്സിൽ വായിക്കണം. ഓക്കെ, റെഡി ആണോ? റെഡി? എഴുതി വെച്ചോളൂ, എഴുതണം. You should write a story. ഓക്കെ, ഞാൻ എല്ലാവരെയും വിളിക്കും, ചോദിക്കും. വർക്ക് ആണ് കേട്ടോ, അത് എഴുതിയാലേ പഠിക്കൂ. നിങ്ങൾ എഴുതാ സാറ് ക്ലാസ്സിൽ പറയാ. കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരട്ടെ. നിങ്ങൾക്ക് എഴുതൂട്ടോ, എല്ലാവരും എഴുതണം. എല്ലാവരും ഞാൻ വിളിക്കും, ചോദിക്കും. ലീവിന് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് ഓരോ കാര്യങ്ങളും ഞാൻ പറയുന്നതും ചെയ്യിക്കുന്നതും. നിങ്ങൾക്ക് വേണ്ടി മാത്രം. ഓക്കെ, അപ്പൊ അതും ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് മാക്സിമം എന്തൊരു കിട്ടുന്ന എന്തൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തോ ആവട്ടെ, ഇന്നലെ നടന്ന കാര്യമാകാം, ഇന്ന് നടന്ന കാര്യമാകാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നടന്നൊരു കാര്യമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹാപ്പി മൊമെന്റ് ആകാം, എന്തെങ്കിലും ആവട്ടെ, എനിത്തിങ് മാറ്റമോ. ഓക്കെ, എന്താണെങ്കിലും നിങ്ങൾ പഠിച്ച ടെൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്റ്റോറി പോലെയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ക്ലാസ്സിൽ അത് വായിക്കണം. നോട്ട്ബുക്ക് എടുക്കുക, എഴുതുക, കഴിയുമ്പോ വായിക്കാം. ഓക്കെ, 15 മിനിറ്റ്സ് ഓൾറെഡി ടൈം ഉണ്ട്. ആ ടൈമിൽ ഞാൻ വരും. ഓക്കെ ആണോ? വരും എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകലാണല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ക്യാമറ ഓഫ് ചെയ്യാണെന്ന് മാത്രം. എഴുതിയേ എല്ലാവരും? ഒന്ന് ഓക്കെ പറഞ്ഞേ, കേൾക്കട്ടെ. എന്നിട്ട് എഴുതാൻ പറഞ്ഞൊന്നും കൂടെ പറയൂ. ഞാൻ ലെഫ്റ്റ് ആയിട്ട് ഇപ്പൊ കയറിയുള്ളൂ. ഓക്കെ, ഷഹന
ഒരു സ്റ്റോറി എഴുതാൻ പറഞ്ഞാണ്. എന്തിനെങ്കിലും കുറിച്ച് ബുധനാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എഴുതാനായിട്ട്? എന്നിട്ട് ഇന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടേ. എന്തോ ബുധനാഴ്ച എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് എഴുതി കഴിയാത്ത ഇന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വായിച്ചോ നിങ്ങള്? ഇല്ല, ഇന്ന് വായിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനെ എഴുതിയോ? എന്താ കണ്ടത് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് മലയാളത്തില് എഴുതി, എന്നിട്ട് ഇംഗ്ലീഷ് ആക്കി. എന്തായെന്ന് അറിയില്ല. എഴുതാത്തവർ എത്ര പേരുണ്ട്? വേണ്ട, എഴുതിയവർ എത്ര പേരുണ്ട്? എന്നാ ഏറ്റവും എളുപ്പം. ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 5 തീയതി ആ ശരി. ആണോ? എഴുതി. ഓക്കെ, അപ്പൊ അശ്വൻ ഒന്ന് വായിച്ചാൽ കേക്കട്ടെ. There was a small family in a village. The work of the man was driving. He went in the city to enquire the work. Then he got the lorry driving up there. He was a fearful sincerity in that job. After few days, a new driver came to there. The boss left him away from work. He was very worried. The days have passed. The new driver cheated the boss and to earn more money. The boss has to understand that cheating. He left him out of work. The boss called the firstly ended man. The man was very happy to recall and worked very sincerely. He worked many more years on the മലയാളത്തിൽ എഴുതിയത് ഇംഗ്ലീഷ് ആക്കിയത്. ഷെന, മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ കറക്റ്റ് ചെയ്യും. ഓക്കെ, കറക്റ്റ് ചെയ്യാട്ടോ. അബിതല്ല ഫാത്തിമ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ല കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഇന്നും പറഞ്ഞു എഴുതാം. ഇപ്പൊ എഴുതാം, സമയമുണ്ട് കേട്ടോ. എന്നിട്ട് വായിക്കാം. ആൻസി വായിക്കൂ. ആൻസി. We two partners decide to go on a 3-day, 3-night trip in a car. The trip started at night 10 o'clock. A road without vehicles, cold wind. We went to Vagamon at morning 6 o'clock. It's too cold. We didn't get outside the car because of cold. Went straight to the room, fresh up, and we went to visit the place. We eat all kinds of food, but none of it was good. If we leave our place, the food was not good. We returned the next morning, didn't eat breakfast or lunch. In the evening, we came to Kanjirapalli and eat a mandi. It was awesome and come home at night. ഓക്കെ ഓക്കെ ആൻസി, നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ ബെറ്റർ ആയിട്ട് എഴുതാമെന്ന് ആലോചിക്കണോട്ടോ. എന്ത് കാര്യം നമ്മൾ എഴുതുമ്പോഴും കുറച്ചുകൂടെ എങ്ങനെ ബെറ്റർ ആക്കാം എന്ന് ചിന്തിക്കണം. എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്യണം. എവിടെയെങ്കിലും ഗ്രാമർ മിസ്റ്റേക്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഉണ്ടെങ്കിൽ അതും കൂടെ കറക്റ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇനി ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല, എഴുതാണോ? വെരി ഗുഡ്. ഓ ഹാൻസി ആൻഡ് ഷഹന, ഇത് തോന്നുന്നു കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതാൻ പറ്റുന്നുണ്ട്. അറിയത്തില്ല. എന്തായാലും എഴുതാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ പഠിച്ച് അല്ലേ? ഓക്കെ, അപ്പൊ ബാക്കി ആരും എഴുതാണോ? ഒന്ന് പറയാവോ? നീതോ എഴുതാണോ? പോയോ വെറുതെ ഓണാക്കി വെച്ചിരിക്കണോ? ക്ലാസ്സിൽ എഴുതിക്കൊണ്ടിരിക്കുക. എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കഴിയുമ്പോ പറയാട്ടോ. ഐ ആം വെയിറ്റിംഗ്. ഓക്കെ.
എഴുതി കഴിയുമ്പോൾ പറയണം കേട്ടോ എല്ലാവരും. ഓക്കെ മാം, എഴുതി തരുമ്പോൾ പറയാം.
ഓക്കെ, കഴിഞ്ഞോ? നീതു കഴിഞ്ഞോ? എല്ലാരും പോയോ? ആരുടെയും കഴിഞ്ഞോ? ഇല്ല, കഴിയാറായി. എന്തോ നീതു എന്താ പറഞ്ഞു കേട്ടില്ല? സ്നേഹ കഴിഞ്ഞെന്ന് പറഞ്ഞു. സ്നേഹ വായിക്കാൻ പറ്റോ? വായിക്കാൻ പറ്റോ മോൻ? എനിക്ക് വായിക്കാവേ ശരിയാണെന്ന് അറിയത്തില്ല. വായിക്കാം. കുറച്ച് എഴുതിയിട്ടുണ്ട്, അത്രയും വായിക്കാം. എനിക്ക് അറിയാം. Yesterday my cousins came to my house and I spent a lot of time with them. After eating, our family went shopping. We went to watch a movie. We reached home at night. It was a good day. സിമ്പിൾ സ്റ്റോറി അല്ലെ, പെട്ടെന്ന് അവസാനിപ്പിച്ചു. ഓക്കെ സ്നേഹ, കുറച്ചാണെങ്കിൽ അത് എഴുതിയല്ലോ. ഓക്കെ ഓക്കെ അഞ്ജലി. ഇനി നെക്സ്റ്റ് ആരാ വായിക്കുക? കുറച്ച് വരയ്ക്കൂ, എഴുതി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ആരും വായിക്കുന്നില്ല? ഞാൻ നിങ്ങൾക്ക് ടൈം ട്യൂസ്ഡേക്ക് നീ തന്നിട്ടുണ്ടായിരുന്നോ? സ്നേഹ വായിക്കോ? സ്നേഹ എവിടെ? സ്നേഹ പോയോ? വായിക്കാത്ത കൊണ്ടാണ് കാണുന്നില്ലല്ലോ. മാം, ഞാൻ വായിക്കാം. ഓക്കെ. When I was working as a counselor, I had to dealing with the issue that was related to a school student. She has a best friend and she believed her so much. One day she had to face a problem from her friend. That was her friend got a new friend. After getting new friend, she didn't bother about her and consider her as a friend. That made her more painful and she was very depressed. At that time, she came for a counseling session with me. I heard her problem and helped her to overcome her present problem and gave her a small therapy. After 2-3 sessions, she realized that she can change her thoughts and stable. Now she is better and can overcome like these problems. ഓക്കെ സ്നേഹ. ഓക്കെ, ജസ്റ്റ് ഒരു സ്റ്റോറി ആണോ അതോ? ഇതൊരു ഞാൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്തപ്പോ ഉണ്ടായിരുന്നൊരു ഇഷ്യൂ ആയിരുന്നു. എക്സ്പീരിയൻസ് ആണ്. ഓക്കെ സ്നേഹ, ഞാൻ നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നുണ്ടോ? നീതു വായിക്കുന്നുണ്ടോ? വായിക്കാം. ഭയങ്കര മിസ്റ്റേക്ക് ആണ്, ഇച്ചിരി എഴുതിയിട്ടുള്ളൂ. ഒരുപാട് തെറ്റുണ്ടെന്ന് പറഞ്ഞു. I was very happy today because we are going to outing. The place we choose the Ooty. Ooty is very beautiful place but also good cold. I have been to the Ooty 5 years ago. അത്ര എഴുതിയിട്ടുള്ളൂ, ബാക്കി ആലോചിച്ച് എഴുതിക്കൊണ്ടിരിക്കുക. കുഞ്ഞു സ്റ്റോറി
ഈ മലയാളമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇംഗ്ലീഷിൽ ഒത്തിരി ടൈം വേണമെങ്കിൽ ആലോചിച്ച് ഓക്കെ, ഒന്നിനും കുഴപ്പമില്ല സ്നേഹ. നീതു ട്രൈ ചെയ്യുക, മാക്സിമം എന്താ പറയാ എഴുതാനൊക്കെ നോക്കുക എല്ലാവരും. ഓക്കെ, നമ്മളെ തോന്നുന്ന മലയാളം നിങ്ങൾക്കങ്ങനെ എപ്പോഴും ഇംഗ്ലീഷിലൊക്കെ ഒന്ന് മാറ്റാനോ മാക്സിമം ഇംഗ്ലീഷിൽ തന്നെ ആലോചിക്കുന്നത് ഏറ്റവും നല്ലത്. മലയാളത്തിൽ ആലോചിച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ടങ് ട്വിസ്റ്റേഴ്സ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? Today is his birthday, but he may say he's far away. Anyway, let's walk along the highway. പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ, എല്ലാം ഞാൻ തരുന്നുണ്ട്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ചിലപ്പോ മടിയന്മാരാണ് എല്ലാവരും. ഓക്കെ, അപ്പൊ അതിന് ഫസ്റ്റ് ടങ് ട്വിസ്റ്റർ ആയിരുന്നു. Today is his birthday, but he may say he's far away. Anyway, let's walk along the highway. Okay, the next one. അടുത്തത് എഴുതിക്കൊള്ളൂ. Information becomes transformation. Information becomes transformation through education. Concentration in meditation gives the power of calculation through imagination. Text is written. നോക്കിയെഴുതാം. Text is written. Information becomes transformation through education. Concentration in meditation gives the power of calculation through imagination. Practice. Okay. Next class വരുമ്പോൾ ഞാൻ ചോദിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നന്നായിട്ട് വായിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 to 15 ടൈംസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലുവന്റ് ആയിക്കോളൂ കേട്ടോ. കിട്ടും. സ്പീഡ് അല്ല നമുക്ക് വേണ്ടത്, കറക്റ്റ് ആണ്. പ്രൊണൗൺസിയേഷൻ ആണ്, മോഡുലേഷൻ ആണ്, അതൊക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, information becomes transformation through education. Concentration in meditation gives the power of calculation through imagination. Yeah, clear ആണല്ലോ? ഓക്കെ അല്ലേ? എഴുതിയെടുത്തോ? ഓക്കെ, നാൻസിക്ക് ശരി വരുന്നു. നാൻസി പഠിക്കൂ കേട്ടോ, നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുമ്പോൾ രസമായിരിക്കും എല്ലാവരും. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യൂ. ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കാലോ അല്ലെ ഇംഗ്ലീഷില്. ഓക്കെ, സോ മൈൻഡ് ബി ഓൺ. Let's wind up today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you.